നോക്കൂ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നാം കാണുന്ന ഒരു സാഹചര്യത്തില് നമ്മുടെ ചിന്തകളുടെ പ്രതിഭാസം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളതുപോലെ അകത്തെ ലോകമാണ് പുറമേയുള്ള ലോകത്തെ സൃഷ്ടിക്കുന്നത്. അകത്തെയുള്ള ലോകം ചിന്തയുടെ, കർമ്മത്തിന്റെ പ്രതിഭാസം കൊണ്ടാണ്. നാം ഒരുക്കുന്ന ഒരു നാടകീയത്തില് അവിടെ ഒരുക്കുന്ന കഥാപാത്രങ്ങളും ആ വ്യക്തികളുമായിട്ടും എല്ലാം നമ്മളുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നാം സൃഷ്ടിക്കുന്നതാണ്. അത് പക്ഷെ ബോധപൂർവമല്ല. ആരുടെയും കർമ്മം അവനവൻ അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇത് ബോധപൂർവം സംഭവിക്കുന്നതല്ല. ഒരു വ്യക്തി മെഡിറ്റേഷൻ ചെയ്ത് അവയർനെസ് നേടുമ്പോൾ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ ചിന്തകൾ ഉണ്ടാക്കുന്ന പ്രതിഭാസം. നാം കാണുന്ന ഓരോ വ്യക്തികളും, നാം ഇടപെടുന്ന സിറ്റുവേഷൻസും, നാം ഓരോ ദിവസം കടന്നു പോകുന്ന പ്രാരാബ്ദത്തിന്റെ ഒരു വേരിയസ് ആയിട്ട് സൃഷ്ടിക്കുന്ന ഒരു ഫ്രീക്വൻസിയും വൈബ്രേഷനും ഉണ്ട്. ഈ കർമ്മം എന്ന് പറയുന്നത് ഒരു ഹയർ ഫ്രീക്വൻസിയിലാണെങ്കിൽ നമ്മയിലൊന്നും ബാധിക്കുന്നില്ല. നാം ഒരു ലോ വൈബ്രേഷൻ ആണെങ്കിൽ നമ്മെ അത് എഫക്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് ബോധപൂർവം എല്ലാവരുടെ ജീവിതത്തിലും ഇത് സദാസമയം സംഭവിക്കുന്നുണ്ട്. എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരു അവയർനെസ് നേടിക്കഴിഞ്ഞാൽ മനസ്സിൽ സമാധി എത്തുക എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അവർക്കൊരു വൈബ്രേഷൻ ഫ്രീക്വൻസി ഒന്നുമില്ല. മൈൻഡായിട്ടൊരു പ്രതിഭാസം സൃഷ്ടിക്കുന്നില്ല. അതാണ് ജീവമുക്ത അവസ്ഥ എന്ന് പറയുന്നത്. ഈ ആമകളെ നമ്മുടെ ക്ഷേത്രത്തില് ഒരു സിംബോളിസമായി കൊടുക്കാറുണ്ട്. പെട്ടെന്ന് 5 ഇന്ദ്രിയങ്ങളെ പിന്നോട്ട് വലിക്കാൻ പറ്റുന്നതിന്റെ ഒരു പ്രതീകമായിട്ടാണ് സമാധികളെ നാം കാണുന്നത്. മനസ്സില്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി ഇല്ല, വൈബ്രേഷൻ ഒന്നുമില്ല. നിശ്ചലതാത്തെ ജീവൻ മുക്തി. ഇതാണ് ഓരോ ജീവനും നേടിയെടുക്കേണ്ട അവസ്ഥ. നമസ്കാരം.